1999 ഏപ്രിൽ 8 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 199. നിങ്ങളും നിങ്ങളുടെ സമയവും. സമയം വളരെ കുറവാണ് എന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അസ്വസ്ഥരാകും, അല്ലെങ്കിൽ വികസിച്ച അവബോധത്തിൽ നിലകൊള്ളും. സമയത്തിന്റെ ദൈർഘ്യം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ദുഃഖമുണ്ടാകും, അല്ലെങ്കിൽ തീക്ഷ്ണമായ ഒരു മനസ്സുണ്ടാകും. സന്തോഷമുള്ളപ്പോഴും ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴും സമയത്തെ നിങ്ങൾ അനുഭവിക്കുകയില്ല. അതുപോലെ ഉറങ്ങുമ്പോഴും നിങ്ങൾ സമയം അറിയുകയില്ല. അഗാധമായ ധ്യാനത്തിൽ നിങ്ങൾ സമയമാണ്. എല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുമാണ്. ആകാശത്തിൽ മേഘങ്ങൾ നീങ്ങുന്നത് പോലെ സംഭവങ്ങൾ നടക്കുന്നു. നിങ്ങൾ സമയത്തിനു മുമ്പിലാണെങ്കിൽ അത് ഇഴഞ്ഞു നീങ്ങുകയും വിരസത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സമയം നിങ്ങൾക്ക് മുമ്പെയാണ് നീങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതവും ഞെട്ടലും ഉണ്ടാകും. നിങ്ങൾക്ക് സംഭവങ്ങൾ ദഹിക്കുകയില്ല. നിങ്ങൾ സമയത്തോടൊപ്പമാകുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനവും ശാന്തിയും ഉണ്ടാകും. അഭ്യാസം. നിങ്ങളെ തന്നെ നിരീക്ഷിച്ച് നിങ്ങൾ സമയത്തെ വിനിയോഗിക്കുകയാണോ അതോ സമയം നിങ്ങളെ വിനിയോഗിക്കുകയാണോ എന്ന് നോക്കൂ. ജയ് ഗുരുദേവ്.